ഇന്ന് മൂലത്തിൻ്റെ അന്ന് മൊത്തം മഴയായിരുന്നു. ഇന്ന് മഴ കൊണ്ടുപോയി കേട്ടോ. അപ്പോൾ മൂലത്തിൻ്റെ അന്ന് 3 പൂക്കളം ഇടണം എന്നാണ്. ഇന്ന് നമുക്ക് 3 പൂക്കളം ഇടണം കേട്ടോ. പിന്നെ രാവിലെ ദേ ഞാൻ പൂക്കളമൊക്കെ വാരി. ഇന്നലത്തെ പൂക്കളൊക്കെ അതുപോലെ തന്നെ കിടക്കണ്ടായിരുന്നു. പൂക്കളൊക്കെ ഉണങ്ങിപ്പോയി, അത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ അതിനകത്ത് എനിക്ക് വേണ്ടിയിട്ടുള്ള വട്ടവും കാര്യങ്ങളൊക്കെ വരയ്ക്കാനുള്ള പരിപാടിയൊക്കെ ആയിട്ടേ ചെയ്തു തന്നു. പിന്നെ ഞാൻ അതിനകത്ത് വരയ്ക്കേണ്ട ഒരു പടം വരച്ച് വെച്ചു കേട്ടോ. ഞാൻ അയ്യപ്പസ്വാമീനെ ആട്ടോ വരച്ചത്. അയ്യപ്പസ്വാമീനെ വരയ്ക്കാൻ ഞാൻ രാവിലെ നോക്കിയപ്പോൾ പിന്നെ ഭയങ്കര പാടിട്ടോ, വരയ്ക്കാൻ പറ്റുന്നേ ഇല്ല. അതുകൊണ്ട് കുറച്ച് വശപ്പശകൊക്കെ അവിടെ ഇവിടെ ഉണ്ട് കേട്ടോ. കാരണം ചെറുതായിട്ട് ഇച്ചിരി ചെരിഞ്ഞു പോയ പോലെയും ഒക്കെ ഉണ്ട്. പിന്നെ ഞാൻ അയ്യപ്പസ്വാമി എന്ന് പറയാൻ കാരണം ആർക്കെങ്കിലും മനസ്സിലായില്ലെങ്കിലോ, ഇത്രയും കഷ്ടപ്പെട്ട് വരച്ചതല്ലേ. പിന്നെ മഴ കൂടിയപ്പോഴേക്കും ഞാനും അയ്യപ്പസ്വാമിയും കുറച്ച് നേരം കുട പിടിച്ച് അവിടെ നിന്നു കേട്ടോ. പിന്നെ ഞാൻ മഴ കണക്കിലാക്കാതെ ഞാൻ ഇറങ്ങി പുന്നിയും പൂവിടാൻ തുടങ്ങി. എന്നാലും ചില സമയത്ത് നന്നായിട്ട് പെയ്യുന്നുണ്ട്. എൻ്റെ മേല് നനഞ്ഞിരിക്കണ കണ്ടാൽ തന്നെ അറിയാം. കുറച്ച് നേരം കുട പിടിച്ചിടാൻ പാടായി കഴിയുമ്പോൾ കുട മാറ്റി വയ്ക്കും. അങ്ങനെയൊക്കെ ആട്ടോ ഇന്ന് പൂക്കളിട്ട് തീർത്തത്. അപ്പോൾ എനിക്ക് എന്തെങ്കിലുമൊക്കെ ഞാൻ ഇങ്ങനെയൊക്കെ ഇടുന്ന ദിവസങ്ങളിൽ എനിക്ക് മഴ പെയ്യുമ്പോൾ ഭയങ്കര വിഷമമാണ് കേട്ടോ. ഞാനപ്പോൾ കുറേ നേരം കയറി നിന്നു. കുടയൊക്കെ നമ്മളവിടെ പൂക്കളത്തിൻ്റെ മുകളിൽ കുടയൊക്കെ വെച്ചിട്ട് കുറേ നേരം ഞാൻ കയറി നിന്നു. പിന്നെ ഇറങ്ങും, ഇടും. അങ്ങനെയായിട്ട് ഏറെക്കുറെ ഒരു പൂക്കളം പൂർത്തിയാക്കിയിട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ 3 പൂക്കളം ഇടണമെന്ന് ഞാൻ പറഞ്ഞല്ലോ. ബാക്കിയൊക്കെ ഞാൻ സിമ്പിളായിട്ടാട്ടോ ഇട്ടേ. നമ്മുടെ കുറച്ച് മുറ്റത്തു നിന്നുള്ള പൂക്കളും കാര്യങ്ങളും എല്ലാം വരച്ചിട്ട് 2 പൂക്കളം കൂടി ഇട്ട് പൂക്കളം പൂർത്തിയാക്കിയിട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ മൂലം പൂക്കളം കേട്ടോ. 3 പൂക്കളം ഇട്ടേ.